ഗുരുദേവ കഥകൾ വായിച്ച നിങ്ങൾക്ക് ആ കഥകളിലെ ഏതാനും ചില കാര്യങ്ങളെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടാവാം. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം ജനനം മുതൽ മഹാസമാധി വരെ 5 പുസ്തകങ്ങൾ വായിച്ചു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ 33 ചിത്രങ്ങളായി ചോറ്റാനിക്കരയിലെ സുധർമ്മ ഗിരിജൻ വരച്ചു കാണിച്ചിരിക്കുന്നു. കുന്നക്കുടിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു വിശേഷ സംഭവം ഉണ്ടായി. അടുത്ത് ചെറിയൊരു ക്ഷേത്രം ആരുടെയും ശ്രദ്ധയിൽ പതിയാതെ സ്ഥിതി ചെയ്യുന്നു. സ്വാമികൾ ആ ക്ഷേത്രത്തെ നോക്കി ഓരോ ഫലിതങ്ങളും വിനോദങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ആ കൊല്ലം മഴയില്ലാതെ സസ്യാദികൾക്കെന്ന് മാത്രമല്ല മനുഷ്യർക്കും സ്നാനപാനാദികൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രമാണിമാരായ ചില ഭക്തന്മാർ വന്നു മഴയില്ലാത്തതിനാലുള്ള സങ്കടത്തെ സ്വാമികളെ അറിയിച്ചു. മഴ പെയ്താൽ ഈ പിള്ളയാർക്ക് ഗണപതിക്ക് തേങ്ങ അടിക്കുമോ എന്ന് സ്വാമികൾ ചോദിച്ചു. എത്ര വേണമെങ്കിലും ഉടയ്ക്കാം എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ മഴ പെയ്യും എന്ന് സ്വാമികൾ കൽപ്പിച്ചു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മഴ ആരംഭിച്ചു. അന്ന് മുഴുവൻ മഴ പെയ്തു. ജനങ്ങൾക്കെല്ലാം വളരെ ആശ്ചര്യം തോന്നി. പിള്ളയാർക്ക് വിശേഷ പൂജയും ആയിരക്കണക്കിന് തേങ്ങയുടയ്ക്കലും നടന്നു. അന്നു മുതൽ പിള്ളയാർക്ക് ശരിയായി പൂജയും ലഭിച്ചു. ഒരിക്കൽ കർണാടകയിലെ കുദ്രോളി ക്ഷേത്രത്തിൽ ഭഗവാൻ ശിവപ്രതിഷ്ഠ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും മകളും കൂടി വന്നു. അവർ കരഞ്ഞുകൊണ്ട് അവരുടെ മകൾ ജന്മനാ ഊമയാണെന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നുമൊക്കെ പറഞ്ഞു കരഞ്ഞു. ഗുരു സങ്കടം തീർത്തു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഗുരുദേവൻ പാൽ കാപ്പി കുടിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് ആ കുട്ടിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇത് കണ്ടുനിന്ന ഭക്തജനങ്ങൾ എല്ലാവരും അവർക്കും കാപ്പി വേണമെന്ന് പറഞ്ഞ് ഉന്തും തള്ളുമായി. ഗുരു അതിൽ നിന്ന് എല്ലാവർക്കും ഇത്തിരി വീതം കൊടുക്കാൻ പറഞ്ഞു. ഒരാളെ ഏൽപ്പിച്ചു. അത്ഭുതം തന്നെ, അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടും അതിൽ കാപ്പി ബാക്കി വന്നു എന്നാണ് പറയുന്നത്. ശാരദാ പ്രതിഷ്ഠാ കർമ്മം 1087 മേടം 19-ാം തീയതിയായ ആദ്യ ദിവസം തന്നെ നടന്നു. മേടം 18 മുതൽ 21 വരെ ശിവഗിരിയിൽ നടന്ന ആഘോഷങ്ങളെപ്പറ്റി പറഞ്ഞറിയിക്കാൻ പ്രയാസം. വിജനമായ ആ പ്രദേശം പെട്ടെന്ന് ഒരു പട്ടണമായി തീർന്നു. മലവെള്ളം പോലെ വന്നുകൂടിയ ജനപ്രവാഹം കൊണ്ട് ആ പ്രദേശം മുഴുവൻ നിറഞ്ഞു. ജനങ്ങളുടെ ഉത്സാഹങ്ങളും തിക്കും തിരക്കും അവർണ്ണനീയമായിരുന്നു. ശിവഗിരി കുന്നിന്മേൽ യോഗം കൂടുന്നതിനായി ഒരുക്കിയിരുന്ന ഉന്നതവും അതിവിശാലവുമായ പന്തലിന്റെ നിലയും അതിന്റെ മുഖം മുതൽ കുന്നിന്റെ അടിവാരത്തുള്ള ശാരദാ ക്ഷേത്രം വരെയും നാനാവർണ്ണ ചിത്രങ്ങളായ കൊടിക്കൂറകൾ ആകാശത്തിൽ പാറിക്കൊണ്ടിരുന്നതിന്റെ ഭംഗിയും വയലിലെ ഉത്സവ മണ്ഡപത്തിന്റെ മുൻപിൽ പുരുഷാരത്തിന്റെ മധ്യത്തിൽ വൈകുന്നേരത്തെ സൂര്യകിരണങ്ങൾ ഏറ്റുതിളങ്ങുന്ന പൊന്നിൻ നെറ്റിപ്പട്ടങ്ങളും തിടമ്പും ധരിച്ച് അണിനിരന്നിരുന്ന അനേകം ആനകളുടെയും വിടർത്തിപ്പിടിച്ച മുത്തുകുടകളുടെയും പ്രൗഢിയും ഭംഗിയും എല്ലാം കണ്ടവർക്ക് വിസ്തരിക്കാൻ കഴിയുന്നില്ല. ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും അവിടുത്തെ നിയന്ത്രണത്തിലുള്ളതുമായ സകല ദേവാലയങ്ങളിലെയും ദേവതാ ചിഹ്നങ്ങൾ അലങ്കരിച്ച് വേറെ വേറെ നെറ്റിപ്പട്ടവും തിടമ്പും വെച്ചിണക്കി ആനപ്പുറത്ത് മുത്തുക്കുടകളോടെ അണിയിച്ച് ആനയിക്കുകയും ശിവഗിരി പ്രാന്തത്തിലുള്ള വയലിൽ പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന മണ്ഡപത്തിൽ അവയെ നിർത്തി ഓരോ ദേവതമാർക്കും ആരാധന നടത്തി ആ 4 ദിവസം ഗുരുദേവൻ എല്ലാത്തരം അനുഗ്രഹ ശക്തിയും നൽകി എല്ലാം വിജയിപ്പിച്ചു.